ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്തെന്ന് വെച്ചാൽ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കാണുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ചോറ് കെട്ടലും ഒക്കെയാണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം അടുക്കളയിലേക്ക് കയറി രാവിലെ ഇതേ പാട്ടൊക്കെ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. റേഡിയോ ആണത്. പാല് വെച്ച് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ചായയാണ് ആദ്യം ഇടുന്നത്, ഫസ്റ്റ് ചായ. അപ്പോൾ ചായയൊക്കെ ഞങ്ങളിങ്ങനെ ഇട്ട് കുടിച്ചതിന് ശേഷമാണ് ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്നത്. രാവിലത്തേക്ക് മുട്ടയാണ് ജിമ്മിന് പോകുന്ന ആൾക്കാർക്ക് കഴിക്കാനായിട്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ദോശയും സാമ്പാറുമാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് കട്ടിയായിട്ടുള്ള ദോശയാണ് ഇഷ്ടം. ആദ്യം ഞാൻ 3 ദോശ ഉണ്ടാക്കി മാറ്റിയതിന് ശേഷം ബാക്കി എല്ലാവർക്കും നെയ്യ് ഒഴിച്ചിട്ടാണ് ദോശ ഉണ്ടാക്കാറ്. എനിക്ക് കട്ടിയുള്ള ദോശയാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ദോശയൊക്കെ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതിനിടയ്ക്കൂടെ തന്നെ ഞാൻ സാമ്പാറും ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഞാൻ സാമ്പാർ ഉണ്ടാക്കി, ചട്നിയും കൂടെ ആണ് ഇവർക്ക് വേണ്ടത്. പക്ഷേ ഇപ്പോൾ ഈ പിള്ളേർ ജിമ്മിന് പോകുന്നത് കാരണം അവർ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ഒന്നും കഴിക്കാൻ നിൽക്കാറില്ല. അവർ ഈ പാലിനകത്ത് ഓട്സ് അതിൻ്റെ അളവൊക്കെ നോക്കിയിട്ടാണ് അവർ കഴിക്കാൻ നിൽക്കുന്നത്. ഓട്സിനകത്ത് ഈ ഓട്സാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചിലപ്പം വൈറ്റ് ഓട്സ് കാച്ചും. അതിനകത്ത് ഏത്തപ്പഴം ഒരെണ്ണം അരിഞ്ഞിട്ടിട്ടാണ് ചില ദിവസങ്ങളിൽ കാച്ചാറ്. ഇന്നിപ്പോൾ ഏത്തപ്പഴമല്ല, ഇന്ന് ഈന്തപ്പഴമാണ് നമ്മൾ ഈ ഓട്സും പാലിലേക്കും ചേർത്തിരിക്കുന്നത്. അതാകുമ്പോൾ പിന്നെ അത് കുറച്ച് നേരം വിശക്കത്തില്ലല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ അതാണ് ഇവിടുത്തെ പിള്ളേരുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതേ ക്യാരറ്റും കുക്കുംബറും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മുട്ട അതേ 4 കൊണ്ടുപോകാനായിട്ട്, 4 ബോക്സിലും 1 നമ്മൾ ചോറിനകത്തുമാണ് വെച്ചേക്കുന്നത്. അപ്പോൾ രാവിലെ ചോറ് ഒക്കെ ഉണ്ടാക്കി അച്ചാറ്, 1 മുട്ട വെച്ചിട്ടുണ്ട്, പിന്നെ കോവയ്ക്ക തോരൻ, പിന്നെ സാമ്പാർ, പിന്നെ ചമ്മന്തിപ്പൊടി സൈഡിന് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്തില്ല. അപ്പോൾ അതൊക്കെ വെച്ച് ചോറൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ ദോശ കഴിക്കുവാണ്. ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ തന്നെ നിർബന്ധമായിട്ടും കഴിക്കണമെന്ന് കഴിക്കും. സമയം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കറക്റ്റ് സമയത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയെങ്കിലും കഴിച്ചിരിക്കും. പിന്നെ രാവിലെ ഒരു മോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അയാൾ ജിമ്മിന് എക്സസൈസൊക്കെ ചെയ്യുവാണ് രാവിലെ. അപ്പോൾ രാവിലെ അവരുടെ എക്സസൈസൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് ഈ ആൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ 2 ദിവസം മുന്നേ കുറച്ച് അപ്പത്തിൻ്റെ മാവ് എനിക്ക് അധികം വന്ന് ഞാനെടുത്ത് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ ഞാൻ ആ മാറ്റി വെച്ച കുറച്ച് മാവേ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്തേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയും 1/4 കപ്പ് റവയും കൂടെ ചേർത്തിട്ട് ഒന്ന് കലക്കി വെക്കുന്നുണ്ട് വൈകുന്നേരം നമുക്ക് ചായക്ക് കടി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കുവാണ്. അത് ഒരു 3 മണിക്ക് ശേഷമാണ് ഞാനിത് ഉണ്ടാക്കിയേക്കുന്നത്. അത്രയും നേരം ഞാനത് കുഴച്ച് മാറ്റി വെച്ചിരുന്നു. എന്തായാലും നന്നായിട്ട് പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് നെയ്യപ്പമാക്കി മാറ്റാം, ചായക്ക് കടി. അപ്പോൾ ഞാനത് ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ അപ്പത്തിൻ്റെ മാവ് അധികം വരുവാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ. നല്ല നെയ്യപ്പമാണ് നമുക്ക് കിട്ടിയത്. അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ രാവിലത്തെ ഒരു റൊട്ടീനാണ് ഞാൻ മെയിനായിട്ട് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണുന്നത് വരെ ബൈ.